കഥയിൽ എത്ര ട്വിസ്റ്റ് ഉണ്ടെന്ന് അറിയാമോ? ഒരു സീരിയലിൽ പോലും ഇത്ര ട്വിസ്റ്റ് ഉണ്ടാവില്ല. താങ്ക് യു. ആ സാരല്ല. അയ്യോ, എങ്ങനെയൊക്കെയോ കഥ മുഴുവൻ ആ ദുർഗയെ കൊണ്ട് എഴുതിപ്പിച്ചു. ഗൗതം ചേട്ടൻ ആ കഥയൊന്ന് വായിച്ചാ മതിയായിരുന്നു. എല്ലാം ശരിയാവും. ആ പാപികളുടെ അഴിഞ്ഞാട്ടൻ ഗൗതം ചേട്ടൻ നിർത്തുമായിരുന്നു. ഇപ്പൊ ഇത് കാറ്റിൽ പറക്കാതെ എവിടെ ഇരുന്നോളൂ. ശിവാനി, 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 ഭക്ഷണം കഴിക്കാൻ എത്ര നേരമായിട്ട് വിളിക്കുക? നീ എന്നിട്ടിങ്ങനെ കിടക്കുവാണോ? എന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയത്? എഴുന്നേറ്റ് വാ മോളെ. അയ്യോ, ദൈവമേ, ഇവിടുത്തെ എവിടെ പോയി? വീട്ടിലില്ലേ? അതോ ഈ നാട്ടിൽ തന്നെ ഇല്ലേ? ദേവാ, ദേവാ, ഈ സാമ്പാറും തോരനും അവിയലും മൂന്നും കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഗൗരി ഉണ്ടാക്കിയ ആഹാരത്തിന്റെ സ്വാദുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മിയുടെ കല്യാണത്തിന് ഗൗരിയെ പാചകക്കാരിയാക്കുമല്ലോ. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല ചേട്ടാ. ഏട്ടാ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. ഞാനും ഏട്ടാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആളുകളെല്ലാം സ്വീകരിച്ച് ഫോട്ടോയ്ക്ക് പോസും ചെയ്യും. ഇനി എങ്ങാനും ഏട്ടൻ വന്നിട്ട് ആ ജോലി ചെയ്യും ഈ ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേൾക്കില്ല. അതെ ഏട്ടാ, ഞാനും മേലനങ്ങി ഒരു പണി പോലും ചെയ്യില്ല. ഞാനെന്തിനാ മക്കളെ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്? കല്യാണത്തിന് നിങ്ങൾ റാണിമാരെ പോലെ നിന്നാ മതി. ഏട്ടാ, ദേവേട്ടൻ ഇപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം മിണ്ടാതെ ഇരുന്നത്. ഫോൺ ചെയ്തതാണോ അതോ ഏട്ടനായിട്ട് വന്നതാണോ? ഏയ്, എന്തൊക്കെയാ ഈ പറയുന്നേ? നീ പറമോളെ, ദേവൻ എന്താ പറഞ്ഞേ? എത്ര സിമ്പിളായിട്ട് നടത്താൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് കല്യാണം നടത്താനാ പറഞ്ഞത്. എന്തു പറ്റി മോളെ, എന്താ അങ്ങനെ പറഞ്ഞത്? സിമ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനെ നമ്മൾ അപമാനിക്കാൻ വേണ്ടിയാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല ഏട്ടാ. കാശ് മോഷ്ടിച്ച ആൾക്കാരെ ഒന്നും ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. കാശ് നഷ്ടപ്പെട്ടിട്ട് ഏട്ടൻ ആ പ്രശ്നത്തിൽ നിൽക്കുമ്പോ എന്തിനാ ആവശ്യമില്ലാത്ത ആഡംബരങ്ങളെന്ന് ഓർത്തിട്ടാ. അദ്ദേഹം 2-3 വട്ടം പറഞ്ഞപ്പോ ഞാനും അതങ്ങ് സമ്മതിച്ചു. നീ എന്തിനാ മോളെ അങ്ങനെ സമ്മതിക്കാൻ പോയെ? ഞാനിവിടെ കല്യാണം ആഡംബരമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ദേവന്റെ വാക്ക് കേട്ടിട്ട് അതും സമ്മതിച്ചു വന്നു അല്ലേ? എന്റെ കല്യാണ ചെലവ് എത്രയാകുമെന്ന് ഏട്ടനെടുത്ത കണക്ക് ഞാൻ കണ്ടായിരുന്നു ഏട്ടാ. ജനിച്ച വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോകാം. പക്ഷെ ഏട്ടന് കടഭാരം ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാൻ എനിക്ക് വയ്യ. ചേച്ചി എന്ത് പറഞ്ഞാലും ശരി, ചേട്ടനൊരു തീരുമാനം എടുത്താ അത് അങ്ങനെ ചെയ്യൂ. കല്യാണം ഏത് രീതിയിൽ നടത്തിയാലും കൊള്ളാം,
പക്ഷെ വീട്ടിലെ ഫംഗ്ഷൻ ഈ നാട്ടുകാർ മുഴുവനും ഞെട്ടുന്ന രീതിയിൽ നടത്തണം. അപ്പൊ ഞാൻ എന്തായാലും ഡാൻസ് കളിക്കും. പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണോന്ന് പറഞ്ഞ് വഴക്കൊന്നും പറയാൻ പാടില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. നിങ്ങൾ എത്രമാത്രം സന്തോഷമായിരിക്കുന്നോ അത്രയും നല്ല രീതിയിൽ കല്യാണവും നടക്കും. ഞാൻ അതിന് ഒരു എതിർപ്പും പറയാൻ പോകുന്നില്ല. അനിയത്തിമാരെ നോട്ട് ചെയ്ത് വെച്ചോ. ഞാനും കുഞ്ചാക്ക ബോബിന്റെ സ്റ്റെപ്പും പൃഥ്വിരാജിന്റെ സ്റ്റെപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കളിച്ചെന്ന് വെച്ചോ. ജനങ്ങളൊക്കെ ചിരിച്ച് ചിരിച്ച് വയറുവേദന വരും. ദാ നീ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ അതോ ആരും വരാതാക്കാൻ നോക്കുകയാണോ? ചിരിക്കാൻ വേണ്ടിയാ ചേട്ടാ. അവരൊക്കെ സന്തോഷമായിട്ടിരിക്കണ്ടേ. ഞാനൊഴികെ ബാക്കി എല്ലാരും സന്തോഷമായിട്ടായിരിക്കുന്നത്. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു മനുഷ്യനെയല്ല, ഒരു രാക്ഷസനെയാ. ദേവാ, എന്താ അമ്മേ? ആദ്യം ആ ടി വി ഒന്ന് ഓഫ് ചെയ്തേ. അമ്മേ, ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടോണ്ടിരിക്കുവല്ലേ, പിന്നെ എന്തിനാ ടി വി ഓഫ് ചെയ്ത്? നിന്റെ അച്ഛനോ നിന്റെ മുത്തശ്ശിയോ കാണുന്നതിന് മുമ്പ് നീ പോയി അനിയത്തിയെ കൂട്ടിക്കൊണ്ടു വാ. എന്താ? ശിവാനി വീട്ടിലില്ല മോനെ. അവള് പുറത്തു പോയതായിരിക്കും. ഇല്ലടാ, വരാന്തയിലൊക്കെ ഞാൻ നോക്കി, അവിടെ ഒന്നും ഇല്ല. ഉറപ്പായും അവള് വീട് വിട്ട് പോയിട്ടുണ്ട്. അധിക ദൂരം പോകുന്നതിന് മുമ്പ് കൂട്ടിക്കൊണ്ട് വന്നാലേ നമ്മുടെ അഭിമാനം രക്ഷിക്കാൻ പറ്റും. അമ്മേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അവളിങ്ങ് എത്തിക്കോളൂ. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് ദേവാ? ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നിനക്കൊരല്പം പോലും വിഷമം തോന്നുന്നില്ലേ? സമാധാനിക്കമ്മേ. ആദ്യം അമ്മയുടെ ഏട്ടന്റെ മകൻ ഗൗതമിനെ വിളിക്ക്. എവിടെ ഉണ്ടെങ്കിലും അവൻ കൂട്ടിക്കൊണ്ടുവരും. ആ ശരിയടാ. ഈ കറി നന്നായിട്ടുണ്ട് മോളെ. സാമ്പാറും കൊള്ളാം. അമ്മായിയാണല്ലോ. അമ്മായിയെ ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ ഗൗതം, നീ വീട്ടിലുണ്ടോടാ? അതെ അമ്മായി, എന്താ കാര്യം? ശിവാനിയെ വീട്ടിൽ കാണുന്നില്ലടാ. എന്താ? അതെ, ഈ സമയത്ത് അവൾ എവിടെ പോയോ, എന്തു പറ്റിയോ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. കൈയും കാലും അനങ്ങുന്നില്ല. അമ്മായി പേടിക്കാതിരിക്കേ. ശിവാനിയെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോളാം. ഞാൻ അമ്മായി അങ്ങോട്ട് വിളിച്ചോളാം. ഏട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ഇപ്പോൾ വരാമേ. നന്ദു, നീ ആ വണ്ടി ഒന്ന് തിരിച്ചു വെക്കും. ശരി ചേട്ടാ. ഗായത്രി ചേച്ചി ഇഷ്ടമല്ലാത്ത കല്യാണം ചേച്ചി കഴിച്ച് ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ചേച്ചി അമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോ ആഹാരം തരാൻ മാത്രമല്ല, ചേച്ചിയുടെ കണ്ണീര് തുടയ്ക്കാനായും ഈ കൈകളെ ഉപയോഗിച്ചത്. നന്നായിട്ട് പഠിച്ചാൽ ഭാവി ജീവിതം നന്നായിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ആശ തന്നിട്ട് ചേച്ചിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഭർത്താവിന്റെ വീട്ടിലെ ഉപദ്രവങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ലെന്നും എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞ് ചേച്ചി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇത്രയും അറിവും ബുദ്ധിയും എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ നരകത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ധൈര്യം ചേച്ചിക്കില്ലാതെ പോയല്ലോ. മരിച്ചു പോയില്ലേ? എന്നെ വിട്ട് വേറെ ഏതോ ലോകത്ത് പോയി. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചെങ്കിലും അതിനെല്ലാം എതിർത്ത് ചേച്ചി ഇവിടുന്ന് പോയി.
ഒരു നല്ല ജീവിതം ജീവിച്ച് കാണിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അങ്ങനെ ചെയ്ത ഗായത്രി ഓടിപ്പോയിന്ന് പറഞ്ഞ് അച്ഛനെ അപമാനിക്കുമെന്ന് കരുതി സ്വന്തം ജീവൻ ചേച്ചി കളഞ്ഞ് ചേച്ചിയുടെ മരണം നമുക്കൊരു ഭാരമായി തന്നിട്ട് പോയില്ലേ? എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്തതെന്ന് എത്ര തവണ ആലോചിച്ച് നോക്കിയിട്ടും എനിക്കപ്പോ മനസ്സിലായില്ല. എന്നാ ഇപ്പൊ മനസ്സിലായി. എന്നെയും കൂടി കല്യാണ പെണ്ണാക്കൂന്ന് പറഞ്ഞപ്പോ അതിനെ എതിർക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടും നമ്മുടെ കൂടെയുള്ള ദുഷ്ടന്മാര് കാരണം പാവപ്പെട്ട ആളുകൾക്കും ആപത്തുണ്ടാവുമല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്ത് പേടിച്ച് കല്യാണത്തിന് സമ്മതിച്ചു. എന്ത് ചെയ്യാനാ ചേച്ചി? അവസാന നിമിഷത്തിൽ എന്ത് തീരുമാനം ഞാൻ എടുക്കണ്ടേ? കാറ്റിന്നൂഞ്ഞാലില്ലെങ്കിലെങ്ങനെ പൂവുകൾ തുള്ളി തുള്ളി ചാഞ്ചാടും. നീയാം നിഴൽ തണലില്ലെങ്കിലെന്നിലെ സ്വപ്നങ്ങളെങ്ങനെ വിരിഞ്ഞാടും. വിട പറഞ്ഞകലുമെൻ നെഞ്ചിലെ മോഹങ്ങൾ നീ എന്നരികിലില്ലെങ്കിൽ വിട പറയാൻ നിനക്കെങ്ങനെ കഴിയും? നാം ഇരുപേരല്ലോ, നമ്മളിരുപേരല്ലോ. കൊഞ്ചി കൊഞ്ചി എന്തിനാ നിങ്ങൾ എന്നെ രക്ഷിച്ചത്? ഞാൻ ആ വെള്ളത്തിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്തോണ്ട് വരാൻ ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പായിൽ പൊതിഞ്ഞോണ്ട് പോകേണ്ടി വന്നേനെ വീട്ടിലോട്ട്. എന്തിന്? എന്തിനാണെന്ന് നിനക്കറിയില്ലേ? നീയല്ലേ ചാവാനായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയത്? ആര്? പിന്നെ നീയല്ലാതെ ഇവിടെ ചാവാനായിട്ട് 10 പേര് നിൽക്കുകയാണോ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ആരാന്ന് ഞാൻ ചോദിച്ചേ. നീയല്ലേ കല്യാണത്തിന് താല്പര്യമില്ലാതെ വെള്ളത്തിലോട്ട് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത്? നിങ്ങളോടത് ആരാ പറഞ്ഞത് ഞാൻ ഈ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോവാണെന്നൊക്കെ? നിങ്ങക്ക് ഞാനെന്താ ലെറ്റർ എഴുതിയോ, മെസ്സേജ് അയച്ചോ, അതോ ഫോൺ വിളിച്ചു പറഞ്ഞോ? പറയേണ്ട ഒരു കാര്യമില്ല. നീ ചെയ്തു കൂട്ടിയത് കാണുമ്പോഴേ എല്ലാം മനസ്സിലാവും. അയ്യോ, എന്റെ മനസ്സൊട്ടും ശരിയല്ല. ഇവിടെ വന്ന് കുറച്ചു നേരം നീന്താന്ന് കരുതിയാ ഈ വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയത്. കിണറ്റിനകത്തുനിന്ന് വെള്ളം എടുക്കുന്ന പോലെയാ എന്നെ എടുത്ത് കരയിലാക്കിയത്. നീന്താനോ? നീന്തൽ നീന്തൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയാം, പക്ഷെ നീന്താനാണെങ്കിലേ ഇങ്ങനെ ആരും വെള്ളത്തിലോട്ട് ചാടൂല. ഞാൻ എങ്ങനെയാ? എനിക്ക് സ്വിമ്മിംഗ് ചാമ്പ്യൻസിനെക്കാളും വളരെ നന്നായിട്ട് നീന്താൻ അറിയാം. എന്ന് വെച്ച് കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന് കരുതി ഒരു പെണ്ണും കുളത്തിലെടുത്ത് ചാടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും കല്യാണത്തിന് റെഡിയായിരിക്കുന്ന ആ ലക്ഷ്മി ഇല്ലേ, അവളും ഇങ്ങനെയൊക്കെ ചാടാനിരിക്കുന്നോ എന്തോ. അതെ, എന്റെ സഹോദരി ലക്ഷ്മി സന്തോഷത്തോടെ തന്നെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്, അല്ലാതെ നിന്നെ പോലെ കരഞ്ഞോണ്ടല്ല. ലക്ഷ്മിക്ക് ആ കല്യാണത്തിന് സന്തോഷിൽ. ഈ കാര്യം ഇവിടെ വെച്ച് വിട്ടേക്കണം, പറയില്ലെന്ന് എന്റെ തലേ തൊട്ട് സത്യം ചെയ്യണം. പറയേ,
എന്തോ പറയാനായിട്ട് വന്നല്ലോ. കുളത്തിലെ വെള്ളം ഇനിയും വായിന്നിറങ്ങി പോയില്ലേ? അത് കുടിച്ചിറക്കിയിട്ടൊന്ന് പറ. അല്ലെങ്കിൽ തുപ്പി കളഞ്ഞിട്ട് പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കി. എൻ്റെ അടുത്ത് മാത്രമല്ല, നിന്റെ വീട്ടുകാരോടും കൂടി ഒന്ന് പറയണം. അതല്ലാതെ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയല്ല വേണ്ടത്. അല്ലാതെ നീന്തലും മറ്റേതോന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നാലേ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് നിന്നെ ഞാൻ വിളിച്ചോണ്ട് അങ്ങ് പോവും. എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന? നിന്റെ വീട്ടിലോട്ട്. ഞാൻ വരില്ല. എന്താ വന്നാല്? ആണുങ്ങൾ പറയുന്ന മാത്രം കേട്ടാ മതിയോ? നിങ്ങളാണെങ്കിൽ പെൺകുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിന്റെ ഉള്ളില് കടല് പോലെ വിഷമങ്ങൾ ഉണ്ടായിരുന്നാലും പുറമേ നിങ്ങൾ വിഷമിച്ചാലോ എന്ന് കരുതി ചെറുതായിട്ടൊരു ചിരി അങ്ങ് ചിരിക്കും. എന്നാ ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലാണെന്ന് കരുതി സന്തോഷിക്കുന്ന പാവമാണ് നിങ്ങൾ. നിങ്ങൾക്കൊന്നും അറിയില്ല. അറിയില്ല, ഉറപ്പായിട്ടും അറിയില്ല. കാര്യം ഞങ്ങൾക്കത് പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ. നിനക്ക് നിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, വല്യച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് അമ്മയില്ല. ഒരച്ഛനുള്ളത് എങ്ങനെയായിരുന്നു എന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. 4 സഹോദരന്മാരെ വളർത്തി ഇതുവരെ എത്തിച്ചു. പെണ്ണുങ്ങളുടെ മനസ്സെനിക്ക് അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ എന്റെ സഹോദരിമാരെ ഇതുപോലെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ലായിരുന്നു. എങ്ങനെ നിങ്ങൾ വളർത്തി എന്നുള്ളതിലല്ല കാര്യം ചേട്ടാ. അവർ സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ എങ്ങനെയാ പോകുന്നതെന്ന് നോക്കുന്നതിലാ കാര്യം. നീ എന്താണോ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറ. അല്ലാതെ മനസ്സിനകത്തൊന്ന് വെച്ച് വെളിയിൽ മറ്റൊന്നും സംസാരിക്കാറ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് ഞാൻ എന്റെ അമ്മായിയോട് വാക്ക് പറഞ്ഞിട്ടാ വന്നത്. നീ വാ. ഞാൻ വരില്ല. എന്തുകൊണ്ട് വന്നൂടാ? നിങ്ങളുടെ വണ്ടിയിൽ വന്നോ എനിക്ക് തണുക്കും. ഞാൻ വെള്ളത്തിൽ നനഞ്ഞതല്ലേ. നീ എന്റെ പുറകെയല്ലേ ഇരിക്കാൻ പോകുന്നത്, അല്ലാതെ മുന്നിലല്ലോ. എന്നാലും ബുള്ളറ്റിൽ വന്നാ നല്ല തണുത്ത കാറ്റടിക്കും. എനിക്കെന്താ തണുപ്പടിക്കൂലേ? നിങ്ങളും നന്നായിട്ട് നനഞ്ഞിട്ടൊക്കെയുണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് ദേഷ്യം വന്നാ നല്ല ചൂടായിട്ടിരിക്കുമല്ലോ. നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ചൂടാവുന്ന നീയാണോ ഞാനാണോ? ഇത് പിടിച്ചോ, വാങ്ങിക്കേ. എന്തിന്? ഇസ്തിരി ഇട്ട് തരാൻ. നീ എന്താ നോക്കുന്നേ? നിനക്ക് തണുക്കുന്നല്ലേ പറഞ്ഞത്? നീ ഇതും കൂടെ അങ്ങ് ഇട്ടോ, എന്നിട്ട് എന്റെ വണ്ടിയിലോട്ട് വന്ന് കയറും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇടില്ല. പിന്നെ എങ്ങനെയാ ഞാൻ പറയണ്ടേ? സ്നേഹത്തോടെ പറയണം. 4 അനിയത്തിമാരെയൊക്കെ വളർത്തുന്നതല്ലേ. ഒരു മുറപ്പെണ്ണിനെ എങ്ങനെയൊക്കെ നോക്കണോന്ന് നിങ്ങൾക്കറിയില്ലേ? ഇവള് സംസാരിച്ച് നേരം വെളുപ്പിക്കുന്നാ തോന്നുന്നത്. ശിവാനി മോളെ, വാ മോളൂ. നിന്നെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോവാം. ഈ ഷർട്ട് വിട്ട് നീ എന്റെ കൂടെ വരൂ. എന്റെ പൊന്നു മോളല്ലേ, എന്റെ ചക്കരക്കുടല്ലേ. പറഞ്ഞ പോരാ, ഷർട്ട് ഇട്ടും തരണം. ഇങ്ങ് വാ, ഞാൻ ഇട്ട് തരാം, വേറെ വഴിയില്ലല്ലോ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, കേക്ക്. പെൺകുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമല്ല. സ്വന്തം അമ്മയോട് പോലും പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവർക്ക്. മുറപ്പെണ്ണ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ചേട്ടന്റെ അനിയത്തിമാർക്ക് ചേട്ടനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ആഗ്രഹങ്ങൾ എന്താന്നും അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്നും അറിയാതെ പോയാ അവരുടെ ഭാവി നന്നായിരിക്കില്ല. നിന്റെ പ്രസംഗം കഴിഞ്ഞു. എങ്കിൽ വാ.
അമ്മാ വിശക്കുന്നു, ഭക്ഷണം താ. ഒരു പ്രായമായ പെൺകുട്ടിയെ വീട്ടിലെങ്ങും കാണാനില്ലെന്ന് പറഞ്ഞിട്ടും ഒരു പോലീസുകാരനായ നീ അവളെ അന്വേഷിക്കാതെ എങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നല്ലോ? അമ്മേ, അമ്മ ഗൗതമനെ വിളിച്ചോ ഇല്ലയോ? ചെയ്തു. എങ്ങനെയെങ്കിലും ശിവാനിയെ കണ്ടുപിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ഞാനൊരു സബ് ഇൻസ്പെക്ടർ തന്നെയാ, പക്ഷെ ഹീറോ അല്ല. അമ്മയുടെ ഏട്ടന്റെ മകൻ ഗൗതം അമ്മയ്ക്കൊരു ഹീറോ അല്ലേ? അമ്മയുടെ മനസ്സിന് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്. ഞാനൊരാളുണ്ടെന്നും പറഞ്ഞ് എല്ലാം എന്നോട് പറഞ്ഞാൽ എങ്ങനെയാ? എന്തു പറ്റി ദേവാ? ഒന്നുമില്ല അച്ഛാ, കഴിക്കാം. നീ മദ്യപിച്ചു വരുന്നത് ഞാൻ പുറത്ത് വരാന്തയിലിരുന്നപ്പോ തന്നെ ശ്രദ്ധിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് നീ വന്നില്ല. മദ്യപിക്കുന്നതിന് കമ്പനി തരാൻ ആളില്ലെങ്കിൽ അത് നല്ലതല്ല. എന്താ ഇങ്ങനെ നോക്കുന്നത് ഗീതേ? ആഹാരം വിളമ്പ്. ആ